സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമവും ചർച്ച ചെയ്ത് നിയമസഭ. ലഹരി വ്യാപനം തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി പുതുതലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ചർച്ച മാത്രം പോരെന്നും അക്രമവും ലഹരിയും തടയാൻ ആക്ഷൻ പ്ലാൻ വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അവന്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. സാർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ മരണവും സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം കൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റിനകം കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും. ലഹരിക്കെതിരെ ഉപദേശം മാത്രം പോരെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നാൽ കൂടെ നിൽക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. ലഹരി വ്യാപനം തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. പുതിയ തലമുറയുടെ സമ്മർദ്ദവും ഒറ്റപ്പെടലും സൂചിപ്പിച്ച് മുഖ്യമന്ത്രി, നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണ്. അതാണ് ഒരു പ്രത്യേകത. അക്രമ സംഭവങ്ങളിൽ സിനിമകളുടെയും സീരിയലിന്റെയും സ്വാധീനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചത് ആവേശം എന്ന സിനിമയെക്കുറിച്ചായിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. സെൻസർ ബോർഡ് എന്താണ് പരിശോധിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പ്രശംസിക്കുകയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടും ശ്രദ്ധേയമായി. വിവിധ മേഖലകളിലുള്ളവരെ ചേർത്ത് ഇക്കാര്യത്തിൽ വിശാലമായ ആലോചനാ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം.